നിങ്ങൾക്ക് SSLC മാത്സിൽ A+ വേണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയത്. ആൻഡ് വെയിറ്റ് ചെയ്തോളൂ, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇതിങ്ങനെ പറ്റിക്കുന്ന വീഡിയോ അല്ല, നിങ്ങൾക്ക് അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ശരിക്കും എങ്ങനെ മാത്സ് ഗണിതത്തിൽ എങ്ങനെയാണ് A+ മേടിക്കാൻ പറ്റുക, അത് നിങ്ങളുടെ ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫൈനൽ എക്സാം ആയിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരാം. മാത്സ് ആണോ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്ട്, ഏറ്റവും ടഫായിട്ട്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, സാർ എനിക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ചാപ്റ്റർ മാത്സ് ആണോ? അത് തെറ്റാ. മാത്സ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഈസിയസ്റ്റ് സബ്ജക്ട്. വെയിറ്റ് സാർ, ഈസി എന്ന് പറയാൻ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കുറവ് ടൈം, ടൈം ഏറ്റവും കുറവ് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാക്സിമം മാർക്സ് മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മാത്സ്. ഏറ്റവും കുറവ് സമയം. നിങ്ങൾ ബയോളജിയിൽ കുറേ പഠിക്കാനുണ്ട്, കുറേ മനസ്സിലാക്കാനുണ്ട്, കുറേ ബൈഹാർട്ട് ചെയ്യാനുണ്ട്, സോഷ്യലിൽ അതിനെക്കാട്ടും വായിക്കാനുണ്ട്, അതിനെക്കാട്ടും മനസ്സിലാക്കാനുണ്ട്, ഫിസിക്സിൽ കുറേ തിയറം ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ, സത്യം പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ് എന്താ, 2-3 ഫോർമുല ഉണ്ട്, 3-4 ഫോർമുല പഠിക്കുക, 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-1.5 മണിക്കൂറിൽ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ ഞാൻ ഗ്യാരണ്ടി. ഇനി മാക്സിമം മാർക്സ് നിങ്ങൾക്ക് എന്താണ്, ഏകദേശം ഫസ്റ്റ് ടേമിന് നോക്കിക്കോ, 40 മാർക്കിന് ഫസ്റ്റ് ചാപ്റ്റർ വന്നു, സെക്കൻഡ് ടേമിന് 11 മാർക്കിന് വന്നു, ഫൈനൽ എക്സാമിന് 13 മാർക്കിന് വന്നു. അപ്പോൾ എന്താണ് ഇതിൽ 13 മാർക്ക് നിങ്ങൾക്ക് 1-1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ 1-1.5 മണിക്കൂറിൽ 13 മാർക്ക് കിട്ടും. അങ്ങനെ എത്ര മാർക്കുകൾ വേണം? നിങ്ങൾക്ക് സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ വൃത്തങ്ങൾ, അതിലെന്താ പഠിക്കാനുള്ളത്? ഒന്നുമില്ല, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, സെൻട്രൽ ആംഗിൾ, മറ്റേ ഡബിൾ ആണ്, അങ്ങനത്തെ വളരെ സിമ്പിൾ കാര്യങ്ങൾ പഠിച്ചാൽ ആ ചാപ്റ്റർ കഴിച്ചു. അപ്പോൾ 3-4 തിയറം പഠിച്ചു, കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ എത്ര മാർക്ക് കിട്ടുക? ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് 17 മാർക്ക് കിട്ടും, ആ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ. അപ്പോൾ ഏറ്റവും കുറവ് സമയത്ത്, സത്യം പറയുന്നത് ഏറ്റവും കുറവ് സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്ന സബ്ജക്റ്റാണ് മാത്സ്. ഇനി സാർ, നമുക്ക് ഏറ്റവും കുറവ് സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ഫൈനൽ എക്സാം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതെങ്ങനെയാണ് സാർ ഈ 1-1.5 മണിക്കൂറിൽ ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കുക? അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലൈബ്രറിയും ഫുൾ ട്രിക്കുമായിട്ട് നിങ്ങൾ അവസാനം വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ലിങ്കോടെ ഏത് ചാപ്റ്റർ എന്ത് പഠിക്കണം എല്ലാം കറക്റ്റ് പറഞ്ഞാൽ ബേസിക്കലി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് A+ വേണം. A+നെക്കാട്ടും നമ്മൾ കുറവ് എയിം ചെയ്യൂല, അതിന് മേലെ മേടിക്കുള്ളൂ. 80 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം. പ്ലസ് 20 മാർക്സും കൂടി കൂട്ടുമ്പോൾ 100ലാണ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് വരിക. 80 മാർക്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും കൂട്ടൂല, വിട്. നമുക്കിതിൽ 70നെക്കാട്ടും കൂടുതൽ വേണം. ഈ 7-8 മാർക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് 70നെക്കാട്ടും കൂടുതൽ വേണം. എന്ത് ചെയ്യണം? നമ്മുടെ ഈ എക്സാമിന് ഞാൻ പറഞ്ഞപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ വളരെ സിമ്പിൾ ചാപ്റ്റർ, സർക്കിൾസിൽ കുറച്ചുള്ളൂ, കോർഡിനേറ്റ്സ് ഒക്കെ കോമഡി സിമ്പിൾ ചാപ്റ്ററാണ്, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് എന്താണ്, ഒരു 20 മുതൽ 30 മാർക്ക് വരെ വെരി 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 ഈസി, വെരി ഈസി ക്വസ്റ്റ്യൻസ് ആണ്. വെരി ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇത് കിട്ടുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി. നിങ്ങൾ ഫെയിലോ പാസോ എന്ന് വിചാരിക്കാൻ, നിങ്ങൾ A+ലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ 20 മുതൽ 30 വരെ മാർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ തന്നെ സന്തോഷമല്ലേ? അപ്പോൾ നമ്മളെന്താണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസും നമ്മൾ 2, 3, 4 കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ്, അത് ഗ്രേഡ് അങ്ങ് മാറും. ഇവിടെ നമുക്കൊരു C+ ആണെങ്കിൽ C+ മാറിയിട്ട് എന്താണ് B, പിന്നെ B+, പിന്നെ A എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്രേഡും കൂടി A+ എത്താൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങളത് അടിപൊളിയായിട്ട് നിങ്ങളുടെ സെക്കൻഡ് ടേമിൽ നിങ്ങൾ അടിപൊളിയായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ A+ലേക്ക് എത്തിക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. നിങ്ങളുടെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടേം എക്സാമിനാണ് വന്നത്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടേം എക്സാമിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടേമിൽ ഇത് 20 മാർക്ക് 26 മാർക്കിനെ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് 26 മാർക്കിനെ നിങ്ങളുടെ സെക്കൻഡ് ടേമിന് വരുള്ളൂ. പക്ഷെ അതുണ്ട്, സിമ്പിളാ. ഇനി ബാക്കിയുള്ള മാർക്ക് നോക്കിയാൽ 24, 14, 24, 22 ഏതൊക്കെയാ? ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻറ്, സോൾവ്. അടുത്ത 4 ചാപ്റ്റർ കട്ട വെയിറ്റേജ്. അപ്പോൾ ഞാൻ ഹാർട്ട് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കണം. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് എവിടെ നിന്ന് പഠിക്കണം? അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓണത്തിന് പഠിച്ചു. അതുകൊണ്ട് ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേമിന് A+ ഉറപ്പിച്ചു. ഇനി നിങ്ങൾ ഇതൊക്കെ പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ A+ ഫൈനൽ കിട്ടിയെന്നാണോ? ശരിക്കും പറഞ്ഞാൽ അല്ല, പക്ഷേ ആണ്. എങ്ങനെയാണ്? നിങ്ങൾ 11 ചാപ്റ്റേഴ്സിലെ 8 ചാപ്റ്റർ പഠിച്ചാൽ ബാക്കി 3 ചാപ്റ്റർ ഉള്ളൂ. ബാക്കി വെറും 3 ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
പോളിനോമിയൽസ്. ഓക്കെ, പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് ഏകദേശം സെയിം ആണ്. ഓക്കെ, ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ആയിട്ട് സെയിം ആണ്. ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെയാണ്, ഞാൻ ഗ്യാരണ്ടീഡ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സോ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 8 മാർക്കിന് 4 കാര്യം പഠിച്ചാൽ മതി അല്ലേ? എന്താണ് ആവറേജ്, മീൻ, മീഡിയം കഴിഞ്ഞു പരിപാടി. അപ്പോൾ അതും കൂടി പഠിച്ചാൽ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഡിസംബർ കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾ ആ ഫുൾ A+ ലെവലിലേക്ക് എത്തിയിരിക്കണം. നിങ്ങൾ ആർക്കും അവിടുന്ന് മാറ്റാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടേമിനുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. സെക്കൻഡ് ടേമിന് ഈ പ്രാവശ്യം 4 ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററും കൂടി പഠിച്ചാൽ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് SSLC മാത്സ് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മാർക്കും കിട്ടി. ഇനി ഇതൊക്കെ സിമ്പിളാ അല്ലേ സാർ? ഇങ്ങനെ പറയാനൊക്കെ സിമ്പിളാ. 1 മണിക്കൂറിൽ പഠിച്ച് 2 മണിക്കൂറിൽ പഠിച്ച് തീർത്താൽ ശരിയാവോ? എന്നാൽ അതിനുള്ള പ്രൂഫും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി സൂക്ഷിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതാണ് നിങ്ങളുടെ ആ ഗോൾഡൻ കീ. ഓക്കെ, ഫുൾ മാർക്കിലേക്കുള്ള ഗോൾഡൻ കീ. നിങ്ങൾ ഈ കാര്യം കിട്ടുമ്പോൾ ഒളിച്ച് ഭാഗത്ത് വെക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് കണ്ട് ഫുൾ മാർക്ക് മേടിക്കണം, മാക്സിമം എല്ലാ സബ്ജക്ട്സിലും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് PDF കാണിച്ചു തരാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് ആ PDF വരുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ PDF ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എവിടെ പോയി ആൻസറിൻ്റെ ഡൗൺലോഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു PDF ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഈ PDF എന്ന് പറയുമ്പോൾ എക്സാമിനറിൻ്റെ SSLCയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്കാണ്. ഒരു 1 ഷോട്ട് ലിങ്ക് കണ്ടാൽ നിങ്ങൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് ശ്രദ്ധിക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ എന്താ ഒരു 1.5 മണിക്കൂർ പഠിച്ചാൽ ക്വസ്റ്റ്യൻസും ആ തിയറവും പഠിച്ചാൽ കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ഈ ലിങ്ക് എടുക്കുക. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഈ ചാപ്റ്ററിന് ലിങ്ക് വെക്കുക. ഇവിടെ അൻസർ നല്ല സുന്ദരമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളിതാ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാണ്. അത് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫസ്റ്റ് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. നിങ്ങൾക്കിതാ മാത്സിന് സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് ആദ്യത്തെ 4 ചാപ്റ്റർ ഓൾറെഡി 26 മാർക്കിന് വരും. ട്രിഗ്നോമെട്രി 24 മാർക്കിന് ഈ ചാപ്റ്റർ മാത്രം വരും. അത് എവിടെ കിട്ടും? ഈ ലിങ്ക് നിൽക്കിയാൽ മതി. ഇനി അത് മാത്സിന് മാത്രമല്ല, ഇനി അത് കഴിഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാത്തിനും ഉണ്ട്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഈ PDF അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ PDF ആണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇന്ന് തുടങ്ങും, ഇപ്പോൾ തന്നെ തുടങ്ങും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങ് കാണുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ക്ലാസ് ഗ്രൂപ്പിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആ ഫുൾ A+ലേക്കുള്ള കീ ആണിത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോഴേ ക്രിസ്മസ് എക്സാം സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുക. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് അതെവിടെ കിട്ടും? ഈ ചാനലിലല്ല. നിങ്ങൾ എന്നതാ ഈ ചാനലിൽ വരിക. നിങ്ങൾ ക്രിസ്മസ് എക്സാമിനുള്ള ലൈവ് ക്ലാസ്സസ് 1 ഷോട്ടും മാരത്തോണും എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 8 ചാപ്റ്റർ കഴിഞ്ഞ് ബാക്കി 2-3 ചാപ്റ്റർ സിമ്പിൾ പരിപാടിയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് 7:30 ഇവിടെ ലൈവും ഉണ്ട്, ക്ലാസ്സസും എല്ലാം നടക്കാറുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കാണാം. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, പിന്നെ നിങ്ങളുടെ എക്സാം സമയമാകുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം എല്ലാ കാര്യവും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, ആൻഡ് ആ PDF എടുത്തിട്ട് ക്ലാസ് കാണാൻ തുടങ്ങിക്കോ മക്കളെ. നിങ്ങൾക്ക് മാത്സിന് മാത്രമല്ല എല്ലാത്തിനും A+ ഇപ്പോഴെങ്കിലും ഉറപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മോർ സ്ട്രാറ്റജീസ് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വലിയ സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ. അപ്പോൾ താങ്ക് യു. ആൻഡ് മാത്സിന് നമ്മൾ A+ ഉറപ്പിച്ചു. അപ്പോൾ A+ ഉറപ്പിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യുക, സർ A+ ഉറപ്പിച്ചു. ടാറ്റ, ബൈ ബൈ.